നമസ്കാരം. പ്ലസ് ടു ഫിസിക്സിലെ 7ാമത്തെ ഫാസ്റ്റ് റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 7ാമത്തെ ചാപ്റ്ററായ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് ആണ് പഠിക്കാൻ പോകുന്നത്, ബേസ്ഡ് ഓൺ ഫോക്കസ് ഏരിയ ടോപ്പിക്സ്. കഴിഞ്ഞ 6 ചാപ്റ്ററുകളുടെ ഫോക്കസ് ഏരിയ ടോപ്പിക്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള റിവിഷൻ ക്ലാസ്സുകളുടെ ലിങ്കുകൾ ഈ വീഡിയോയുടെ അവസാന ഭാഗത്തുണ്ട്. കൂടാതെ ചാനൽ സന്ദർശിച്ചാൽ പ്ലേലിസ്റ്റിലും ഈ വീഡിയോകൾ ലഭ്യമാണ്. ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എ സി വോൾട്ടേജ് അപ്ലൈഡ് ടു എ റെസിസ്റ്റർ, ഫേസർ ഡയഗ്രാം, എ സി വോൾട്ടേജ് അപ്ലൈഡ് ടു ആൻ ഇൻഡക്ടർ, എ സി വോൾട്ടേജ് അപ്ലൈഡ് ടു എ കപ്പാസിറ്റർ ആൻഡ് ട്രാൻസ്ഫോമേഴ്സ്. ഒരു പ്യുവർ റെസിസ്റ്റർ സർക്യൂട്ടിൻ്റെ ചിത്രമാണിത്. ഇവിടെ ദിസ് സിമ്പിൾ റെപ്രസെൻറ്റ്സ് ദി എ സി വോൾട്ടേജ്. ഓക്കെ, ഈ ഒരു സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കണം ഇറ്റ് ഈസ് എ സി വോൾട്ടേജ് ആൻഡ് യു ഹാവ് എ റെസിസ്റ്റർ ഹിയർ. അപ്പോൾ അപ്ലൈഡ് ഇ എം എഫ് എന്ന് പറയുന്നത് V ഈക്വൽ ടു BM സൈൻ ഒമേഗ ടി ആണ്. ദാറ്റ് ഈസ് ദി അപ്ലൈഡ് വോൾട്ടേജ്. നൗ വി ആർ ഗോയിങ് ടു അപ്ലൈ ലൂപ്പ് റൂൾ. വാട്ട് ഈസ് ലൂപ്പ് റൂൾ? സമ്മേഷൻ E ഈക്വൽ ടു സമ്മേഷൻ IR. അപ്പോൾ ഇവിടെ നമുക്കറിയാം ആകെ EMF എന്ന് പറയുന്നത് എ സി വോൾട്ടേജ് മാത്രമാണുള്ളത് ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ദാറ്റ് അക്രോസ് റെസിസ്റ്റർ. സോ ദി ഇക്വേഷൻ ഇസ് സമ്മേഷൻ E എന്ന് പറഞ്ഞാൽ ഒറ്റൊരു EMF അല്ലേ ഉള്ളൂ ഇവിടെ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? V ഈക്വൽ ടു V ആണ് ഇവിടുത്തെ EMF, അതായത് എ സി വോൾട്ടേജ്. ദാറ്റ് ഈസ് BM സൈൻ ഒമേഗ ടി ഈക്വൽ ടു IR. ഓക്കെ, EMF ഒരു എ സി EMF മാത്രം, പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ സൈഡിൽ PD അക്രോസ് ദി റെസിസ്റ്റർ IR. ഇതിൽ നിന്ന് വി വോണ്ട് ടു ഗെറ്റ് ആൻ ഇക്വേഷൻ ഫോർ കറൻറ്റ്. അപ്പോൾ ഈ സർക്യൂട്ടിലെ കറൻറ്റ് എന്തായിരിക്കും, എ സി കറൻറ്റ് എന്തായിരിക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കറൻറ്റിനുള്ള ഇക്വേഷൻ എഴുതാം. വാട്ട് ഇസ് കറൻറ്റ്? I ഈക്വൽ ടു VM ഡിവൈഡഡ് ബൈ R സൈൻ ഒമേഗ ടി. This is the equation for current, and Vm by R can be written as Im. So Im sin omega t. Okay, and Im is given by Vm divided by R. Im equal to Vm by R. Above AC voltage, if it is applied to a resistor circuit, if the voltage varies as V equal to Vm sin omega t, the current in the circuit varies as I equal to Im sin omega t, where Im equal to Vm divided by R. Now if we draw a graph between omega t and voltage, this is the shape of the graph. സൈൻ കർവ് ആണ് നമുക്ക് കിട്ടുക, വോൾട്ടേജ് ആണ് ഇപ്പോൾ വരച്ചിട്ടുള്ളത്, V ഈക്വൽ ടു VM സൈൻ ഒമേഗ ടി. അപ്പോൾ സൈൻ കർവ് ഈ ഷേപ്പിലായിരിക്കും. ഇനി ഇതിൻ്റെ കറൻറ്റും കൂടി നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഗ്രാഫ് എങ്ങനെയായിരിക്കും നോക്കൂ. ഇഫ് യു ഡ്രോ ദ കറൻറ്റ്, ദെൻ യു ഹാവ് വോൾട്ടേജ് ആൻഡ് കറൻറ്റ്. ഇത് VM പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ്, ദിസ് ഇസ് കറൻറ്റ് IM പീക്ക് വാല്യൂ ഓഫ് കറൻറ്റ്. അലോങ് എക്സ് ആക്സിസ് യു ഹാവ് ടൈം ഓർ ഒമേഗ ടി. ഓക്കെ, അപ്പോൾ വോൾട്ടേജും കറൻറ്റും ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോഴെല്ലാം കറൻറ്റും ഇൻക്രീസ് ചെയ്യുന്നു. വോൾട്ടേജ് മാക്സിമം ആകുമ്പോൾ കറൻറ്റും മാക്സിമം ആണ്. വോൾട്ടേജ് 0 ആകുമ്പോൾ കറൻറ്റും 0 ആണ്. വോൾട്ടേജ് നെഗറ്റീവ് ഡയറക്ഷനിൽ പോകുമ്പോൾ കറൻറ്റും നെഗറ്റീവ് ഡയറക്ഷനിൽ പോകുന്നു ആൻഡ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ദാറ്റ് മീൻസ് ദ വോൾട്ടേജ് ആൻഡ് കറൻറ്റ് ആർ ഇൻ ഫേസ്, റൈറ്റ്? വോൾട്ടേജ് ആൻഡ് കറൻറ്റ് ആർ ഇൻ ഫേസ്. So in a pure resistor circuit, voltage and current are in phase, or you can say that the phase difference equal to 0. Very, very important. Okay, in a resistor circuit, the phase difference between voltage and current is equal to 0. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, നോട്ട് ചെയ്യുക. അതെങ്ങനെ നമുക്ക് മനസ്സിലായി? Because voltage varies as V equal to Vm sin omega t, current varies as I equal to Im sin omega t. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും രണ്ടും ഒരേ രീതിയിലാണ് വേരിയേഷൻ. സോ ദേ ആർ ഇൻ ഫേസ് ഓർ ഫേസ് ഡിഫറൻസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫേസർ ഡയഗ്രാം. വാട്ട് ഇസ് ഫേസർ ഡയഗ്രാം? ഫേസർ ഡയഗ്രത്തിൽ വി റെപ്രസെൻറ്റ് വോൾട്ടേജ് ആൻഡ് കറൻറ്റ് ആസ് ഫേസേഴ്സ്.
Okay, phasors are vectors rotating in anti-clockwise direction. Anti-clockwise directionൽ റൊട്ടേറ്റ് ചെയ്യുന്ന വെക്ടേഴ്സ് ആയിട്ടാണ് ഫേസേഴ്സ് അല്ലെങ്കിൽ വോൾട്ടേജ് ആൻഡ് കറൻറ്റിനെ നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ വോൾട്ടേജ് ഒരു വെക്ടറായിട്ട് റെപ്രസെൻ്റ് ചെയ്യും, കറൻറ്റ് ഒരു വെക്ടറായിട്ട് റെപ്രസെൻ്റ് ചെയ്യും, ആൻഡ് ദേ റൊട്ടേറ്റ് ഇൻ ആൻറ്റി-ക്ലോക്ക്വൈസ് ഡയറക്ഷൻ. അപ്പോൾ പ്യുവർ റെസിസ്റ്റർ സർക്യൂട്ടിൽ വോൾട്ടേജ് നമ്മളിങ്ങനെ ഒരു വെക്ടർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, കറണ്ട് എങ്ങനെയായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക? കറണ്ട് മറ്റൊരു വെക്ടർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ ഈ വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ ഫേസ് ഡിഫറൻസ്. ഓക്കെ, ഒരു ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ വോൾട്ടേജ് വെക്ടറും അല്ലെങ്കിൽ വോൾട്ടേജ് ഫേസറും കറണ്ട് ഫേസറും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഈ ഫേസേഴ്സ് മീൻസ് ഈ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ പ്യുവർ റെസിസ്റ്റർ സർക്യൂട്ടിൽ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 0 ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ വോൾട്ടേജ് നമ്മളിവിടെ വരച്ചു ഇങ്ങനെ. അങ്ങനെയാണെങ്കിൽ കറണ്ട് വിൽ ബി ഡ്രോൺ അലോങ് ദി സെയിം ലൈൻ. കാരണം എന്താ, രണ്ടും തമ്മിൽ ഫേസ് ഡിഫറൻസ് 0 ആണ്. അപ്പോൾ ഈ ലോങ്ങർ ലൈൻ റെപ്രസെൻറ്റ്സ് വോൾട്ടേജ് ആൻഡ് ദ സ്മോളർ ലൈൻ റെപ്രസെൻറ്റ്സ് കറണ്ട്. അപ്പോൾ ദിസ് diagram represents the phasor diagram of a pure resistor circuit. ഇനി പ്യുവർ റെസിസ്റ്റർ സർക്യൂട്ടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു, വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻ ഫേസ് ആൻഡ് കറണ്ട് വേരീസ് ആസ് I = Im sin omega t. ഫേസർ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ കിട്ടും എന്ന് നോക്കാം. Length of this phasor or this vector represents the peak value. Peak value എന്ന് പറയുന്നത് എന്താ? വോൾട്ടേജ് ആണെങ്കിൽ വോൾട്ടേജിൻ്റെ പീക്ക് വാല്യൂ Vm, അല്ലെങ്കിൽ കറണ്ട് ഫേസർ ആണെങ്കിൽ അതിൻ്റെ പീക്ക് വാല്യൂ Im. അപ്പോൾ ലെങ്ത് ഓഫ് ദി ഫേസർ റെപ്രസെൻറ്റ്സ് ദ പീക്ക് വാല്യൂ. ഒരു പോയിന്റ് അതാണ് നോട്ട് ചെയ്യേണ്ടത്. ദെൻ ദ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് റെപ്രസെൻറ്റ്സ് ദി ഫേസ് ഡിഫറൻസ്. ഓക്കെ, ഇവിടെ രണ്ടും ഒരേ ലൈനിലാണ്, ചില അടുത്ത കേസിൽ അങ്ങനെ ആയിരിക്കില്ല. ഇപ്പോൾ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ആംഗിൾ, ഈ ഫേസസ് തമ്മിലുള്ള ആംഗിൾ ദാറ്റ് റെപ്രസെൻറ്റ്സ് ദി ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. ദെൻ ഇഫ് യു ഫൈൻഡ് ഔട്ട് ദ കമ്പോണൻസ് എലോങ് ദിസ് y direction, what is the component of I along this y direction? It will be Im sin omega t. This length represents the peak value അല്ലേ. അപ്പോൾ ഈ കമ്പോണൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? Im sin omega t, അതുപോലെ Vm sin omega t കിട്ടും. So if you find out the vertical components, we will get what? The instantaneous values of voltage and current. അപ്പോൾ അത് തന്നെയാണ് ഫേസർ ഡയഗ്രത്തിൻ്റെ ഇമ്പോർട്ടൻസ്. You will get large number of information about the സർക്യൂട്ട് ഫ്രം ഫേസർ ഡയഗ്രാം. പീക്ക് വാല്യൂ കിട്ടും, വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് കിട്ടും, അതുപോലെ തന്നെ ഈ വോൾട്ടേജും കറണ്ടും ഇത് രണ്ടിൻ്റെയും ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. സോ ഈ ഒരു ഫേസർ ഡയഗ്രാം കണ്ടാൽ നമുക്ക് മനസ്സിലാവും വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻ ഫേസ് ഓർ ദ ഫേസ് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 0. ഇനി നമ്മൾ വോൾട്ടേജ് അപ്ലൈഡ് ടു ആൻ ഇൻഡക്ടർ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഫിഗർ ശ്രദ്ധിക്കുക. AC വോൾട്ടേജ് അപ്ലൈഡ് ടു ആൻ ഇൻഡക്ടർ. ഇൻഡക്ടർ L കൊണ്ടാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത്. EMF is V = Vm sin omega t. AC വോൾട്ടേജ് ആണിത്. യൂസ് ചെയ്യുന്നത് ലൂപ്പ് റൂൾ തന്നെയാണ്. ടോട്ടൽ EMF = ടോട്ടൽ വോൾട്ടേജ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് സമ്മേഷൻ IR അത് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു കേസിൽ നമ്മളിവിടെ കൊടുക്കുന്ന AC EMF. ഓക്കെ, ആൻഡ് റെസിസ്റ്റൻസ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ PD അല്ലെങ്കിൽ വോൾട്ടേജ് ഇല്ല. I × R എന്നുള്ളൊരു ടേം ഇവിടെ വരുന്നില്ല. അപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് എന്താ കിട്ടുക? ഈ ഇവിടെയുള്ളത് 0 ആയിരിക്കും അല്ലേ. സമ്മേഷൻ V എന്നുള്ളത് സമ്മേഷൻ IR ആണല്ലോ, ദാറ്റ് ഈസ് 0. പക്ഷേ ഇവിടെ നമ്മൾ കൊടുക്കുന്ന EMF കൊണ്ട് ഇൻഡക്ടറിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യും ഡ്യൂ ടു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ആ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ വാല്യൂ എന്ന് പറയുന്നത്
സോ EMF ഇൻഡ്യൂസ്ഡ് ഇൻ ആൻ ഇൻഡക്ടർ മൈനസ് L di/dt. ഇത് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ കാരണം ഈ ഇൻഡക്ടറിൽ ഉണ്ടാവുന്ന ബാക്ക് EMF ഇൻഡ്യൂസ്ഡ് EMF ആണ് മൈനസ് L di/dt. അപ്പോൾ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. Vm sin omega t, അതാണ് സമ്മേഷൻ ഇയിൽ വരുന്ന ഏതൊക്കെയാണ്? അപ്ലൈഡ് EMF Vm sin omega t പ്ലസ് ഇൻഡ്യൂസ്ഡ് EMF മൈനസ് L di/dt ഈക്വൽ ടു 0. കാരണം റെസിസ്റ്റൻസ് ഇല്ല, അപ്പോൾ റൈറ്റ് സൈഡിൽ 0 കിട്ടി. ഓക്കെ, Vm sin omega t minus L di/dt equal to 0. This can be written as L di/dt equal to Vm sin omega t. Okay, L di/dt equal to Vm sin omega t. This can be again written as di/dt into dt equal to Vm/L sin omega t dt. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കറണ്ടിനുള്ള ഇക്വേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. കറണ്ടിൻ്റെ ഇക്വേഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. di/dt into dt equal to Vm/L sin omega t dt. അപ്പോൾ ഇവിടെ നമുക്ക് di ഉണ്ട്, അതിൽ നിന്ന് കറണ്ടിൻ്റെ ഇക്വേഷൻ കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. I equal to integral Vm/L sin omega t dt. Vm/L constant ആണ്, ഇത് taken outside the integration. So Vm/L integral sin omega t dt. അത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ I equal to Vm/L ഒമേഗ sin omega ടിയുടെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ. ഓക്കെ, സോ മൈനസ് Vm/L ഒമേഗ കോസ് ഒമേഗ ടി. ഇതിൽ Vm കോൺസ്റ്റൻ്റ് ആണ്, L ഒമേഗ കോൺസ്റ്റൻ്റ് ആണ്. സോ Vm/L ഒമേഗ ഇസ് റിട്ടൺ ആസ് Im. ഓക്കെ, Vm/L ഒമേഗ Im, and Im is the peak value of current. So the equation becomes I equal to Im sin omega t minus pi by 2. എങ്ങനെയാണ് ഈ സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 വന്നത്? നമുക്ക് വോൾട്ടേജ് Vm sin omega t എന്നാണ് ഉള്ളത്. അപ്പോൾ ഫേസ് ഡിഫറൻസ് മനസ്സിലാക്കാൻ ഇറ്റ് ഈസ് ബെറ്റർ ടു എക്സ്പ്രസ് കറണ്ട് ഇൻ ടേംസ് ഓഫ് എ സൈൻ ഫംഗ്ഷൻ. കറണ്ടും കൂടി സൈൻ ഫംഗ്ഷനായിട്ട് എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്കുള്ളത് കോസ് ഒമേഗ ടി ആണ്. ഓക്കെ, കോസ് ഒമേഗ ടി. സോ കോസ് ഒമേഗ ടി ഈക്വൽ ടു സൈൻ പൈ ബൈ 2 മൈനസ് ഒമേഗ ടി. അങ്ങനെ എഴുതാലോ. ദെൻ മൈനസ് കോസ് ഒമേഗ ടി ക്യാൻ ബി റിട്ടൺ ആസ് സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2. ഓക്കെ, സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 എന്ന് എഴുതാം. അങ്ങനെയാണ് നമുക്ക് കറണ്ടിൻ്റെ ഇക്വേഷൻ കിട്ടിയത്. I equal to Im sin omega t മൈനസ് പൈ ബൈ 2. ഇവിടെ L ഒമേഗ ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് represented as XL. Okay, L omega is represented as XL and it is called inductive reactance. Inductive reactance. What is inductive reactance? It is the opposition offered by the inductor to the flow of AC. AC ഇൻഡക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇൻഡക്ടർ കൊടുക്കുന്ന ഓപ്പോസിഷൻ, അതിനാണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുക. ഡിനോട്ടഡ് ബൈ XL ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് ഓം തന്നെയാണ്. യൂണിറ്റ് ഇൻഡക്റ്റീവ് റിയാക്ടൻസിൻ്റെ യൂണിറ്റ് ഓം തന്നെയാണ്. അപ്പോൾ ഇൻഡക്ടറിലൂടെയുള്ള കറണ്ടിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. I equal to Im sin omega t minus pi by 2. Im is the peak value and it is given by Vm/L omega. ഇനി ഇതിൻ്റെ ഫേസർ ഡയഗ്രാം കൂടി നമുക്ക് നോക്കാം. ഫേസർ ഡയഗ്രാം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് കറണ്ട് ആൻഡ് വോൾട്ടേജ്. ഓക്കെ, ഇവിടെ വോൾട്ടേജ് V റെപ്രസെൻറ്റഡ് ബൈ ദിസ് വെക്റ്റർ ഓർ ഫേസർ. കറണ്ട് നമ്മൾ എവിടെ വരയ്ക്കും എന്നുള്ളത് അറിയാൻ കറണ്ടിൻ്റെ ഇക്വേഷൻ നോക്കുക. I equal to Im sin omega t മൈനസ് പൈ ബൈ 2. മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോൾട്ടേജ് റെപ്രസെൻ്റ് ചെയ്ത ആ വെക്റ്റർ എവിടെയാണോ ഉള്ളത് അതിൽ നിന്ന് പൈ ബൈ 2 പിന്നിലേക്ക്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ റെപ്രസെൻറ്റഡ് ബൈ വെക്റ്റേഴ്സ് റൊട്ടേറ്റിംഗ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന വെക്റ്റേഴ്സ് ആയിട്ടാണ് ഫേസേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് I
വോൾട്ടേജ് വി. ഇത് ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഏതാണ് മുമ്പിൽ വരേണ്ടത്? വോൾട്ടേജാണ് മുമ്പിൽ വരേണ്ടത്. കാരണം കറണ്ട് -π/2 ആണ്. വോൾട്ടേജിൻ്റെ വേരിയേഷന് ശേഷമാണ് കറണ്ടിൻ്റെ വേരിയേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ sin ωt -π/2 ആയതുകൊണ്ട് കറണ്ട് വോൾട്ടേജിൻ്റെ പിന്നിലാണ് വരേണ്ടത്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കറണ്ട് വോൾട്ടേജിൻ്റെ പിന്നിൽ വരണമെങ്കിൽ ഇത് 4th ക്വാഡ്രന്റിലായിരിക്കണം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കറണ്ട് ഇവിടെ വരച്ചത്. അപ്പോൾ വാട്ട് ഈസ് ദ ഫേസ് ഡിഫറൻസ്? π/2. π/2 is the phase difference between voltage and current lags behind voltage by π/2. അതായത് കറണ്ട് വോൾട്ടേജിൻ്റെ പിന്നിലാണ്, അതാണ് പറയുന്നത്. കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് വോൾട്ടേജ് ബൈ π/2. ഇത് വോൾട്ടേജിൻ്റെ വേരിയേഷൻ, വോൾട്ടേജ് മാക്സിമം ആയതിനു ശേഷമാണ് കറണ്ട് മാക്സിമം ആവുക, വോൾട്ടേജ് 0 ആയതിനു ശേഷമാണ് കറണ്ട് 0 ആവുക. അപ്പോൾ ആ രീതിയിൽ വേരിയേഷൻ കറണ്ട് ലാഗ് ചെയ്യുന്നു എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഈ ഇൻഡക്ടറിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട സ്റ്റെപ്സാണ് ഇനി പറയുന്നത്. ദ സ്റ്റെപ്പ് Vm sin ωt - L/di/dt = 0. ഈ ഒരു ഇക്വേഷൻ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. ദെൻ കറണ്ടിനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇൻ്റഗ്രൽ Vm/L sin ωt dt. ദെൻ ഫൈനൽ ഇക്വേഷൻ I = Im sin ωt - π/2. ഈ 3 ഇക്വേഷൻസ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഇടയിലുള്ള ഇക്വേഷൻസ് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഏറ്റവും നല്ലത്, എല്ലാം പഠിച്ചിരിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ ഈ 3 ഇക്വേഷൻ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്താണെന്ന് അറിയണം. Lω = XL അതറിയണം. ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ അറിയണം. ഇനി നമ്മളൊരു കപ്പാസിറ്റർ സർക്യൂട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. AC വോൾട്ടേജ് അപ്ലൈഡ് ടു കപ്പാസിറ്റർ. ഇത് സർക്യൂട്ടാണ്. സി കപ്പാസിറ്റർ, AC വോൾട്ടേജ്. ലൂപ്പ് റൂൾ അറിയാം. സമ്മേഷൻ E = സമ്മേഷൻ V. IR ഇല്ല ഇവിടെ, അതുകൊണ്ടാണ് V എന്ന് തന്നെ എടുത്തത്. റെസിസ്റ്റൻസ് ഇല്ല. ദെൻ EMF Vm sin ωt = പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഏതാ വരിക? Q/C. കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് Q/C. നമുക്ക് കറണ്ടാണ് കിട്ടേണ്ടത്. എല്ലാ സർക്യൂട്ടിലും ഓർത്തിരിക്കേണ്ട കാര്യം അതാണ്. നമ്മൾ ലൂപ്പ് റൂളാണ് അപ്ലൈ ചെയ്യുക. വോൾട്ടേജിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. V = Vm sin ωt. കറണ്ടിൻ്റെ ഇക്വേഷനാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കറണ്ട് കിട്ടണമെങ്കിൽ Q തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് Q എഴുതാം. സോ Q = Vm C sin ωt. അപ്പോൾ കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക? I = dq/dt അല്ലേ? ദാറ്റ് ഈസ് d/dt ഓഫ് Vm C sin ωt. ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ അറിയാമല്ലോ, ചെയ്യൂ. sin ωt ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഒമേഗ cos ωt എന്ന് കിട്ടും. സോ I = Vm C ഒമേഗ cos ωt. ഇവിടെ നമ്മൾ ഈ Vm C ഒമേഗ എല്ലാം കോൺസ്റ്റൻസ് ആണ്. അതിന് Im എന്ന് ഡിനോട്ട് ചെയ്യുന്നു. പീക്ക് വാല്യൂ ഓഫ് കറണ്ട്. ഓക്കെ, സോ Im = Vm C ഒമേഗ which can be written as Vm/1/C ഒമേഗ. അതായത് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണല്ലോ കറണ്ട്. ആ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് Vm/1/C ഒമേഗ എന്ന് എഴുതുന്നത്. 1/C ഒമേഗ ഡിനോട്ടഡ് ബൈ XC and it is known as capacitive reactance. Okay, capacitive reactance. It is the opposition offered by capacitor to the flow of AC. Right? So അത് ഓർത്ത് വെക്കുക. 1/C omega = XC. So the equation becomes I = Im എന്താണ്? Vm/XC എന്ന് പറയാം അല്ലേ? 1/C omega XC ആണല്ലോ. അപ്പോൾ Vm/XC ആണ് Im. cos ωt പകരം നമ്മൾ എന്ത് എഴുതി? sin ωt + π/2 എന്ന് എഴുതി. കാരണം സൈനിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കപ്പാസിറ്റർ സർക്യൂട്ടിൽ വോൾട്ടേജ് V = Vm sin ωt എന്ന ഫോമിൽ വേരി ചെയ്യുകയാണെങ്കിൽ കറൻറ്റ് വേരീസ് ആസ് I = Im sin ωt + π/2. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആണ് വോൾട്ടേജും കറൻറ്റും തമ്മിൽ ഫേസ് ഡിഫറൻസ് ഉണ്ട്. കറൻറ്റ് ലീഡ്സ് പ്ലസ് π/2 ആണല്ലോ. കറൻറ്റ് ലീഡ്സ് വോൾട്ടേജ് ബൈ π/2. ഇനി 3 സർക്യൂട്ടും നമുക്ക് ഒരുമിച്ചൊന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ് അതിലുള്ളത്.
ആർ സർക്യൂട്ട് എല്ലാത്തിലും നമ്മൾ കൊടുക്കുന്ന EMF V ഈക്വൽ ടു VM സൈൻ ഒമേഗ ടി. ആർ റെസിസ്റ്റർ സർക്യൂട്ട് കറണ്ടിൻ്റെ ഇക്വേഷൻ I ഈക്വൽ ടു IM സൈൻ ഒമേഗ ടി. അതിലുള്ള ഇംപീഡൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒപ്പോസിഷനാണ്. അതായത് റെസിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയും. അതേസമയം ഇൻഡക്ടറോ കപ്പാസിറ്ററോ ആണെങ്കിൽ ഇംപീഡൻസ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. ഇറ്റ് ഈസ് ദി opposition offered by the material to the flow of current. ഓക്കെ, അപ്പോൾ റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ടിലാണെങ്കിൽ R ആണ്. ഫേസ് ഡിഫറൻസ് 0. ഇൻഡക്ടർ സർക്യൂട്ടിൽ I ഈക്വൽ ടു IM സൈൻ ഒമേഗ ടി മൈനസ് π/2. ഇംപീഡൻസ് XL ഈക്വൽ ടു L ഒമേഗ. ഫേസ് ഡിഫറൻസ് π/2. ഓർമ്മിക്കുക, current lags behind the voltage minus sign. Okay, capacitor circuit I equal to IM sin omega t plus π/2. XC equal to 1 by C omega. Capacitor offer ചെയ്യുന്ന impedance ആണ്. And phase difference π/2. Capacitor leads means current leads voltage by π/2 in a pure capacitor. ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഓരോ സർക്യൂട്ടിൻ്റെ ഫേസർ ഡയഗ്രവും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇനി കപ്പാസിറ്റർ സർക്യൂട്ടിൻ്റെ ഫേസർ ഡയഗ്രം നോക്കാം. ഇക്വേഷൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. V ഈക്വൽ ടു VM സൈൻ ഒമേഗ ടി, I ഈക്വൽ ടു IM സൈൻ ഒമേഗ ടി പ്ലസ് π/2. സോ when you draw the phasor diagram, voltage എപ്പോഴും നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വരയ്ക്കുക, അത് ഓർത്ത് വെക്കുക. കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ π/2. കറണ്ടിൻ്റെ ഇക്വേഷൻ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് π/2 ആണ്. പ്ലസ് π/2 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വോൾട്ടേജിനേക്കാൾ ലീഡ് ചെയ്യുന്നു കറണ്ട്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനിൽ വോൾട്ടേജിൻ്റെ മുൻപിലായിരിക്കണം കറണ്ട്. ഓക്കെ, സോ കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ π/2. അപ്പോൾ നമ്മൾ കറണ്ട് സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരയ്ക്കുക. ഫസ്റ്റ് ക്വാഡ്രന്റിൽ വോൾട്ടേജ് വരച്ചു കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനിൽ കറണ്ട് ലീഡ് ചെയ്യുമ്പോൾ കറണ്ട് സെക്കൻഡ് ക്വാഡ്രന്റിലായിരിക്കണം. അപ്പോൾ ഇവിടെയാണ് കറണ്ടിൻ്റെ ഫേസർ വരയ്ക്കുക. ഓക്കെ, ഫേസർ ഡയഗ്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. സോ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് π/2 ഓർ കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ π/2. കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ π/2 ഓർത്ത് വെക്കുക. ഇനി എന്താണ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ് ടു ചേഞ്ച് ദ വോൾട്ടേജ് ഓഫ് AC. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ ഇസ് യൂസ് ടു ചേഞ്ച് ദ വോൾട്ടേജ് ഓഫ് AC. അതിൽ തന്നെ രണ്ട് തരത്തിലുള്ള ട്രാൻസ്ഫോമർ ഉണ്ട്. ഒന്ന്, ഇറ്റ് കൺവേർട്സ് ലോ കറണ്ട് അറ്റ് ഹൈ വോൾട്ടേജ് ടു ഹൈ കറണ്ട് അറ്റ് ലോ വോൾട്ടേജ്. അതായത് ഹൈ വോൾട്ടേജിനെ ലോ വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ദാറ്റ് ഈസ് കോൾഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. രണ്ടാമത്തേതിൽ നേരെ തിരിച്ച്, അതായത് ഹൈ കറണ്ട് അറ്റ് ലോ വോൾട്ടേജ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു ലോ കറണ്ട് അറ്റ് ഹൈ വോൾട്ടേജ്. എന്ന് പറഞ്ഞാൽ എന്താ? ലോ വോൾട്ടേജ് ഹൈ വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ട്രാൻസ്ഫോമർ, ദാറ്റ് ഈസ് കോൾഡ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ആ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വോൾട്ടേജ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, വോൾട്ടേജ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഇനി വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ? ഇറ്റ് ഈസ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെയാണ്, അതിൽ മ്യൂച്വൽ ഇൻഡക്ഷനാണ് ട്രാൻസ്ഫോമറിൻ്റെ പ്രിൻസിപ്പിൾ. എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ? When the magnetic flux linked with one coil changes, an EMF is induced in the neighboring coil. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ ഒരു കോയിലിലൂടെ ഉള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു കോയിലിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള നെയ്ബറിങ് കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്ന ഫിനോമിനനാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അതാണ് ട്രാൻസ്ഫോമറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നുള്ള ഫിനോമിനൻ. Now there are two coils in the transformer, the primary coil and the secondary coil. They are wound on a soft iron core. അതായത് primary coilum secondary coilum, they are wound over a soft iron core, and the input voltage is given to the primary coil, output is taken from the secondary coil. Working എങ്ങനെയാണ് നോക്കാം. The input voltage is given to the primary coil,
Then due to mutual induction, EMF is generated in the secondary coil. And the magnitude of induced EMF in the secondary depends on the number of turns. Okay, number of turns സെക്കൻഡറിയിലാണ് കൂടുതലെങ്കിൽ അപ്പോൾ സെക്കൻഡറിയിലെ വോൾട്ടേജ് കൂടുതലായിരിക്കും. സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് കുറവാണെങ്കിൽ സെക്കൻഡറിയിലെ വോൾട്ടേജ് കുറവായിരിക്കും. ഇനി ട്രാൻസ്ഫോമറിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഒന്ന് നോക്കാം. നമുക്കറിയാം മ്യൂച്വൽ ഇൻഡക്ഷനാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്, ഓക്കെ, ഇ എസ് അല്ലെങ്കിൽ വി എസ് രണ്ട് ഉപയോഗിക്കാം. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻഡ്യൂസ് വോൾട്ടേജ് ഈക്വൽ ടു മൈനസ് എൻ എസ് ഡി ഫൈവ് ബൈ ഡി ടി. എൻ എസ് നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി. അതുപോലെ പ്രൈമറിയിലുള്ള വോൾട്ടേജ് ഇ പി അല്ലെങ്കിൽ വി പി ഈക്വൽ ടു മൈനസ് എൻ പി ഡി ഫൈവ് ബൈ ഡി ടി. ഈ രണ്ട് ഇക്വേഷൻസ് 1 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി. വെരി വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ, നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി. ഇനി ദർ ഇസ് നോ പവർ ലോസ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ ഇൻപുട്ട് പവർ ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ വി പി ഐ പി. വി ഐ ആണല്ലോ പവർ. വി പി ഐ പി ഈക്വൽ ടു വി എസ് ഐ എസ്. ദർ ഇസ് നോ പവർ ലോസ് എന്നുള്ളൊരു അസംഷനാണിത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വി എസ് ബൈ വി പി ഈക്വൽ ടു ഐ പി ബൈ ഐ എസ് എന്ന് കിട്ടും. ഓക്കെ, ഇതും ഈ ഇക്വേഷനും രണ്ടും കൂടി നമ്മൾ കമ്പൈൻ ചെയ്യുന്നു. ഇവിടെ വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി, ഇവിടെ വി എസ് ബൈ വി പി ഈക്വൽ ടു ഐ പി ബൈ ഐ എസ്. ഈ രണ്ട് ഇക്വേഷൻസും കൂടി കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി ഈക്വൽ ടു ഐ പി ബൈ ഐ എസ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനാണ്. അതായത് വി എസ് ബൈ വി പി വോൾട്ടേജസിൻ്റെ റേഷ്യോ ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി നമ്പർ ഓഫ് ടേൺസ് അതിൻ്റെ റേഷ്യോ, ഐ പി ബൈ ഐ എസ് കറൻറ്റിൻ്റെ റേഷ്യോ. ഇവിടെ സഫിക്സ് എസ് ഡിനോട്ട്സ് സെക്കൻഡറിയിലുള്ള ക്വാണ്ടിറ്റീസാണ്, പി ഡിനോട്ട്സ് പ്രൈമറിയിലുള്ള ക്വാണ്ടിറ്റീസ്. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനാണിത്, നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. പ്രോബ്ലംസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുക ഈ ഒരു റിലേഷൻ തന്നെയാണ്. വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി ഈക്വൽ ടു ഐ പി ബൈ ഐ എസ്. Now we'll consider the energy losses in a transformer. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഏതൊക്കെയാണ് എനർജി ലോസസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഫ്ലക്സ് ലീക്കേജ് ലോസ്. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ലീക്കേജ് ഓഫ് ഫ്ലക്സ്, അതായത് എൻറ്റയർ ഫ്ലക്സ് ഡ്യൂ ടു പ്രൈമറി ഡു നോട്ട് പാസ് ത്രൂ ദി സെക്കൻഡറി. പ്രൈമറി കോയിലൂടെയുള്ള മുഴുവൻ ഫ്ലക്സും സെക്കൻഡറിയിലൂടെ പാസ് ചെയ്യാത്തത് കൊണ്ട് ഉണ്ടാവുന്ന എനർജി ലോസ് ആണത്. എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യുക? ഇറ്റ് ഈസ് റെഡ്യൂസ് ബൈ വൈൻഡിങ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഓവർ വൺ അനദർ. ഒന്നിന് മുകളിൽ മറ്റൊന്ന്, ആ രീതിയിൽ പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും ചുറ്റിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. സെക്കൻഡ് വൺ, ഡ്യൂ ടു റെസിസ്റ്റൻസ് ഓഫ് വൈൻഡിങ്സ്. നമുക്കറിയാം ഈ കോയിലിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും, അതുകൊണ്ട് എനർജി വിൽ ബി ലോസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. Now how can you minimize it? Can be minimized by reducing resistance by using തിക്ക് വയർ. തിക്ക് വയർ ആകുമ്പോൾ റെസിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പോൾ റെസിസ്റ്റൻസ് കുറവാകുമ്പോൾ ഈ ഹീറ്റായിട്ടുള്ള ലോസ് മിനിമൈസ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് ഇസ് എനർജി ലോസ് ഡ്യൂ ടു എഡി കറൻറ്റ്. എഡി കറൻറ്റ് എന്താണെന്ന് നമ്മൾ മുമ്പ് കണ്ടതാണ്. ഇവിടെ ഡ്യൂ ടു ദി എഡി കറൻറ്റ് ജനറേറ്റഡ് ഹീറ്റ് എനർജി വിൽ ബി റിഡ്യൂസ്ഡ്. അപ്പോൾ എനർജി ലോസ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ഓക്കെ, and it is reduced by using laminated core. അതായത് ഒരു സിംഗിൾ ബ്ലോക്ക് ഓഫ് മെറ്റൽ കോറായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം തിൻ ഷീറ്റ്സ് ഓഫ് സോഫ്റ്റ് അയൺ വിൽ ബി യൂസ്ഡ് ഇൻസുലേറ്റഡ് ഫ്രം വൺ അനദർ. ഇൻസുലേറ്റ് ചെയ്ത പല ഷീറ്റുകൾ ഒരുമിച്ച് വെച്ചിട്ട് ഒരു കോറായിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെ നമുക്ക് എഡി കറൻറ്റ് മിനിമൈസ് ചെയ്യാൻ കഴിയും. അടുത്തത് ഹിസ്റ്റേരിസിസ് ലോസ് ആണ്. ഹിസ്റ്റേരിസിസ് ലോസ് ഇസ് ദി എനർജി ലോസ് ഡ്യൂ ടു മാഗ്നറ്റൈസേഷൻ ഓഫ് ദി കോർ. മാഗ്നറ്റൈസേഷൻ കാരണം ഉണ്ടാകുന്ന എനർജി ലോസ് ആണത്. ഇറ്റ് ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ യൂസിങ് മെറ്റീരിയൽ വിത്ത് ലോ ഹിസ്റ്റേരിസിസ് ലോസ്. ഹിസ്റ്റേരിസിസ് ലോസ് കുറഞ്ഞ മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമുക്കിത് മിനിമൈസ് ചെയ്യാൻ കഴിയും. ട്രാൻസ്ഫോമറിൻ്റെ ഈ ഡയഗ്രാംസും കൂടി ഒന്ന് നോട്ട് ചെയ്യാം. രണ്ട് രീതിയിലുള്ള ഡയഗ്രാമാണുള്ളത്. പ്രൈമറിയും സെക്കൻഡറിയും ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വൈൻഡ് ചെയ്താണ് ആദ്യത്തേത്. രണ്ടാമത്തേത് പ്രൈമറിയും സെക്കൻഡറിയും സെപ്പറേറ്റ് ആയിട്ട്
കോറിൽ വൈൻഡ് ചെയ്തിട്ടുള്ളത്. രണ്ടൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയണം. ട്രാൻസ്ഫോമറാണ്, ഏത് ഡയഗ്രം വരച്ചാലും ശരിയായിരിക്കും. എക്സാമിന് ചോദിച്ചാൽ ഏത് ഡയഗ്രം വരച്ചാലും മതി. അപ്പോൾ ഇന്നെടുത്ത ക്ലാസ്, റിവിഷൻ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ട്സും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. താങ്ക്